ഇന്ന് ചാവക്കാട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചാവക്കാട് പോയി വരുന്ന വഴി നമ്മൾ ചമ്രവട്ടം കട്ട് ചെയ്ത് വരാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പൊന്നാനിയിലൂടെ വേണ്ടേ വരാൻ. അപ്പോൾ പൊന്നാനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവമുണ്ട്. എന്താ അത്? മുട്ടപ്പത്തിരിയും ബീഫും. പിന്നെ നമ്മൾക്ക് ഓർമ്മ വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ വേഗത റെസ്റ്റോറൻറ്റിലേക്ക് ചാടി കയറി അങ്ങോട്ട് വന്നു കേട്ടോ. ദേ അടുക്കളയിലേക്ക് വരെ എത്തി. പിന്നെ നോക്കി എങ്ങനെയാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന്. ഒരു തവണ നമ്മളിവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദാ തിളച്ച എണ്ണയിലേക്ക് ഇതാ അവരിങ്ങനെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ. നല്ല മുട്ടപ്പത്തിരി ഇതാ ഇങ്ങനെ നല്ല പൊള്ളായിട്ട് വരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. അയ്യോ എന്തൊരു ടേസ്റ്റാന്ന് പറയാം. ഇതും ബീഫും കൂടി കൂട്ടി കഴിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ പൊന്നാനി വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയേ വേണം. ഇവിടെ നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ഈവനിങ് വേണം പ്രധാനമായിട്ട് ഇങ്ങോട്ട് വരാൻ. കാരണം ഇതിനടുത്ത് നല്ലൊരു കുളമുണ്ട്, നല്ല കാറ്റും നല്ല ഒരു എന്താ പറയുക, ഒന്നും പറയാനില്ല. നിങ്ങൾ വന്ന് എൻജോയ് ചെയ്ത് മനസ്സിലാക്കി പോകണം. അപ്പോൾ ഇതാ കുളം കാണുന്നുണ്ടല്ലോ. ഈ കുളം പകൽ കാണുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ഉച്ച സമയത്തൊന്നും ഇതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ കൂടി പറ്റില്ല, അത്രയും വെയിലായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മുട്ടപ്പത്തിരിയും ബീഫൊക്കെ കഴിച്ചു. വയറൊക്കെ ഫുള്ളാക്കി ഇതാ നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ രാത്രിയാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കാണുന്നുണ്ടല്ലോ നല്ല ടേസ്റ്റി മുട്ടപ്പത്തിരി ബീഫ്. ഇത് പിന്നെ ഇത് അവരുടെ വേറൊരു ഐറ്റം കൂടിയാണ് കേട്ടോ.